ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഭഗവാൻ കാർത്തികേയൻ്റെ പിറന്നാളാണ്. അതായത് മുരുക ഭഗവാന്റെ പിറന്നാളാണ്. അദ്ദേഹം വിശാഖം നക്ഷത്രത്തിലാണ് പിറക്കുന്നത്. അതും ഇന്ന് വെളുത്ത വാവും കൂടാണ്. വളരെ അതിവിശിഷ്ടമായ ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ അദ്ദേഹത്തിന് പിറന്നാൾ ദിവസം അദ്ദേഹത്തിന് ഏറ്റവും വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ഈ ദിവസം നമ്മൾ വ്രതം അനുഷ്ഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ വെളുത്തവാവ് വ്രതത്തിൻ്റെ പ്രാധാന്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഭഗവാന്റെ വൈശാഖ മാസത്തിലെ പൗർണമിയാണ്. അതോടൊപ്പം വളരെയധികം പ്രാധാന്യം ഉള്ള ഒരു ദിവസമാണ് മുരുകൻ ഇന്ന്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അതുപോലെ മുരുക ഭഗവാന്റെ പ്രാധാന്യത്തെ പറ്റിയാണ് ഇനി പറയുന്നത്. അദ്ദേഹത്തിനെ പൂജിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുത്രദുഃഖം, സ്ത്രീകൾക്ക് അനുഭവിക്കുന്ന പുത്രദുഃഖം മാറ്റിക്കിട്ടുന്നതായിരിക്കും. അതായത് നമ്മൾ വിവാഹിതരായ സ്ത്രീകൾ വിവാഹം കഴിഞ്ഞതിന് ശേഷം അവരൊരു 7 ഷഷ്ടി, അതൊരു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകാൻ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് അവരൊരു 7 ഷഷ്ടി വ്രതം എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ 7 ഷഷ്ടി വ്രതം എടുക്കുക. 7ാമത്തെ ആപ്പോഴത്തേക്ക് നമുക്ക് ഉറപ്പായിട്ടും കുഞ്ഞ് നമുക്ക് ലഭിച്ചിരിക്കും. അതായത് ജനിച്ചിരിക്കുമെന്നല്ല, കുഞ്ഞ് നമുക്ക് ഉണ്ടായിരിക്കും. അതായത് നമ്മൾ ഗർഭവതി ആയിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ ഒരു വ്രതം എടുക്കാൻ നോക്കുക. അതായത് വളരെ ഐശ്വര്യവും നല്ല ഒരു സന്താനത്തിന്, ഐശ്വര്യവും അംഗവൈകല്യമൊന്നും ഇല്ലാത്ത ഐശ്വര്യവും ദീർഘായുസ്സും ഒക്കെ ഉള്ള ഒരു സന്താനത്തിന് നമുക്ക് ജന്മം നൽകാൻ ഉറപ്പായിട്ടും സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് വിവാഹം കഴിഞ്ഞ് ഉള്ളവർ, കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ ഒരു വ്രതം എടുത്തതിന് ശേഷം കുഞ്ഞുങ്ങളുണ്ടാകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോഴും നമുക്ക് ഭയമില്ലാതെ ഭഗവാൻ്റെ ഒരു പ്രൊട്ടക്ഷനോടുകൂടി എല്ലാ ഐശ്വര്യത്തോടും കൂടിയുള്ള ഒരു കുഞ്ഞ് നമുക്ക് ജനിക്കുന്നതായിരിക്കും. അത് പുത്രനായാലും പുത്രിയായാലും അത് വളരെ പ്രത്യേകിച്ച് പുത്രന്മാരായിരിക്കും ഇങ്ങനൊരു വ്രതം എടുത്താൽ ഉണ്ടാവുക. അപ്പം പുത്രഭാഗ്യത്തിന് വേണ്ടി ഈ ഒരു വ്രതം നമ്മൾ എടുക്കാൻ നോക്കുക. അതുകൊണ്ട് തന്നെ ആൺകുഞ്ഞുങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഭഗവാന് ആ വ്രതം എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറയാം, എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന്. കാര്യം നമ്മൾ ഷഷ്ടി വ്രതം എടുക്കത്തില്ലേ മാസത്തിൽ, നമ്മുടെ കറുത്തവാവ് കഴിഞ്ഞിട്ട് വരുന്ന വെളുത്ത പക്ഷത്തിലോട്ട് വരത്തില്ലേ, ആ വെളുത്ത പക്ഷത്തിലോട്ട് വരുന്ന ആ ഷഷ്ടിയാണ് നമ്മൾ എടുക്കേണ്ടത്. കർത്തവാവ് കഴിഞ്ഞ് ഒരു 5 ദിവസത്തിനകം ആ ഷഷ്ടി വരും. പഞ്ചമിയുടെ അന്ന് തൊട്ടേ നമ്മൾ വ്രതമായിരിക്കണം. പഞ്ചമിയുടെ അന്ന് ഒരിക്കൽ മാത്രം ഫുഡ് കഴിക്കാനല്ല പറഞ്ഞേ, ഒരിക്കൽ മാത്രം അരിയാഹാരം കഴിക്കുക. രാവിലെ കുളിച്ച് മുരുകനാമങ്ങളൊക്കെ ജപിക്കുക. അതുപോലെ രാവിലെ ലഘുവായിട്ടുള്ള ഒന്നുകിൽ പഴം, അതല്ലെങ്കിൽ ചപ്പാത്തി, അങ്ങനെ എന്തെങ്കിലും സ്നാക്സ് കഴിക്കുക. പക്ഷേ അരിയാഹാരം ആവരുതെന്ന് മാത്രം. അതുപോലെ നമുക്ക് ഉച്ചയ്ക്ക് ഒരു നേരം അരിയാഹാരം കഴിക്കാം. വൈകിട്ട് നമുക്ക് പയർ പുഴുങ്ങി കഴിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്തെങ്കിലും പുഴുങ്ങി കഴിക്കുകയോ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ പിറ്റേന്ന് ഷഷ്ടിയാണ് വരുന്നത്. ഷഷ്ടി ദിവസം രാവിലെ, അതായത് ഒരു 5:30 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ഉണരാൻ ശ്രമിക്കുക. രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ഭഗവാന് വിളക്ക് വെക്കുക. ഭഗവാന്റെ മുന്നിൽ ഭഗവാന്റെ കീർത്തനങ്ങൾ, ഓം സനൽ കുമാരായ വിദ്മഹേ ഷഡാനനായ ധീമഹി തന്നോ മുരുക പ്രചോദയാത് എന്നൊക്കെയുള്ള മുരുക ഗായത്രി മന്ത്രം, ഓം വജത്ഫുവേ നമ എന്ന മന്ത്രം അതൊരു 108 പ്രാവശ്യം ജപിക്കാൻ നോക്കുക. അതുപോലെ തന്നെ നമുക്ക് ഷഷ്ടി വ്രതത്തിൽ സ്കന്ദഷഷ്ടി കവചമുണ്ട്. ആ കവചത്തിൻ്റെയൊക്കെ പുസ്തകങ്ങൾ കിട്ടും. അപ്പം അതറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ആ സ്കന്ദഷഷ്ടി കവചം ഒക്കെ ജപിക്കാൻ നോക്കുക. ഉറപ്പായിട്ടും നമുക്ക് ഈ വ്രതം എടുക്കുന്നത് മൂലം നമുക്ക് സൽസന്താനം പിറക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ സൽസന്താനവും അതുപോലെ ദീർഘായുസ്സുള്ള ഒരു കുഞ്ഞ് നമുക്ക്
ലഭിക്കുന്ന, പ്രത്യേകിച്ച് ആൺകുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ രീതിയിൽ വ്രതം എടുക്കുക. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം, അതായത് വിളക്കൊക്കെ വെച്ച് വീട്ടിൽ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ അമ്പലത്തിൽ പോവുക. അമ്പലത്തിൽ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ മുരുകക്ഷേത്രം ദർശിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാരായണൻ്റെ, അതായത് മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമുണ്ടല്ലോ, അവിടെ പോയാലും മതി. അതായത് നാരായണന് വേണ്ടി ഒരു മന്ത്രം, അത് അവിടെ പോയി ജപിക്കണം. അതായത് ഓം നമോ നാരായണായ എന്ന മന്ത്രം 108 പ്രാവശ്യം അവിടെ ജപിച്ചിരിക്കണം. അത് നമുക്ക് അടുത്ത് നാരായണ ക്ഷേത്രം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇതെല്ലാം ചെയ്താൽ മതി. അമ്പലത്തിൽ പോകണമെന്ന് നിർബന്ധമില്ല, വീട്ടിൽ തന്നെ നമുക്കിതൊക്കെ ചെയ്യാം. അമ്പലത്തിൽ പോകാൻ കഴിയാത്തവർ, അതായത് അമ്പലം അടുത്തില്ല, ദൂരെയൊക്കെ ആണെന്നുണ്ട്, അമ്പലം അടുത്തുള്ളവർ മസ്റ്റ് പോയിരിക്കണം. അത് മുരുകക്ഷേത്രം അടുത്തുണ്ട്, മുരുകക്ഷേത്രത്തിൽ തന്നെ പോവുക. മുരുകനും നാരായണനോടുള്ളിടത്താണ് അങ്ങനെ പോവുക. ഒക്കുന്നവർ അടുത്ത് തന്നെ നാരായണൻ്റെയും അതുപോലെ കൃഷ്ണക്ഷേത്രമായാലും മതി, കുഴപ്പമില്ല. അപ്പോൾ അത് ഏതായാലും മതി. നാരായണൻ്റെ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെയോ അല്ലെങ്കിൽ മുരുകൻ്റെ ക്ഷേത്രത്തിലോ ഉറപ്പായിട്ടും പോകാൻ നോക്കുക. അവിടെ പോയി നമുക്ക് ഭാഗ്യസൂക്ത അർച്ചന, അല്ലെങ്കിൽ ചെറിയൊരു അർച്ചന നടത്തിയാൽ മതി. അർച്ചനയിലല്ല കാര്യം, നമ്മുടെ മനസ്സർപ്പിച്ച് ഭഗവാനോടുള്ള ഒരു പ്രാർത്ഥനയിലാണ് കാര്യം. പിന്നെ ഭഗവാന് ഒക്കുമെന്നുള്ളവർ ഭസ്മാഭിഷേകം നടത്താം. അതുപോലെ തന്നെ പാലഭിഷേകം നടത്താം. പാലഭിഷേകം ഭഗവാന് നടത്തുന്നതെന്ന് വെച്ചാൽ സന്താനത്തിന് വേണ്ടി ഉള്ളതല്ല. പാലഭിഷേകം നടത്തുന്നത് തൊഴിലഭിവൃദ്ധിക്ക് വേണ്ടിയാണ് പാലഭിഷേകം നടത്തുന്നത്. ഭസ്മാഭിഷേകം നമുക്ക് ഭഗവാന് നടത്താം. അതുപോലെ പനിനീരഭിഷേകം നടത്താം. അങ്ങനെ ഓരോ അഭിഷേകങ്ങൾ ഭഗവാന് നടത്തും. ഇതൊന്നും പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ഭഗവാന് ഒരു ഭസ്മമോ അല്ലെങ്കിൽ കുറച്ച് പൂക്കളോ അങ്ങനെ അല്ലെങ്കിൽ നാരങ്ങാമാലയോ ഒക്കെ മേടിച്ച് നമ്മുടെ ക്യാഷിനക്കോണം നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. അത് കഴിഞ്ഞ് മനസ്സർപ്പിച്ചുള്ള പ്രാർത്ഥന മാത്രം നടത്തുക. ഭഗവാനെ എനിക്ക് ഒരു സൽസന്താനത്തെ തരണമേ, ദീർഘായുസ്സും ആരോഗ്യമുള്ള ഒരു സൽസന്താനത്തെ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം തീർത്ഥം സേവിക്കരുത്. പകരം നമ്മൾ ഭസ്മം മേടിക്കാം. ഭസ്മം മേടിച്ച് ഭസ്മക്കുറി അണിയാം. പിന്നെ ചന്ദനം തരും. ചന്ദനം നമ്മൾ അന്നേരം തൊടണ്ട. വൈകിട്ട് നമ്മൾ പിന്നെയും സന്ധ്യാസ്നാനം ചെയ്യണം. സ്നാനം ചെയ്തതിന് ശേഷം വേണം സന്ധ്യാവന്ദനം നടത്താൻ. അത് ഒക്കുമെങ്കിൽ ക്ഷേത്രത്തിൽ പോകും, അതല്ലേ നമ്മുടെ വീട്ടിൽ തന്നെ മതിയാവും. വീട്ടിൽ വിളക്ക് കത്തിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക. പിന്നെ ഉച്ചയ്ക്ക് ഒരു നേരം നമുക്ക് അരിയാഹാരം കഴിക്കാം. രാവിലെ നമുക്ക് അമ്പലത്തിൽ നിന്ന് പഴമൊക്കെ നമുക്ക് മേടിച്ചുകൊണ്ട് കൊടുത്താൽ, അതല്ലെങ്കിൽ ചില അമ്പലങ്ങളിൽ അവിടുന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. പഴമൊക്കെ നിവേദിച്ചത് കിട്ടും, അങ്ങനെ കഴിക്കാം. ഇതൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അതെടുത്തിട്ട് ഭഗവാന് പാരണവേടി നമുക്കത് കഴിക്കാവുന്നതാണ്. പിന്നെ ഉച്ചയ്ക്ക് പച്ചരി പറ്റിച്ചിട്ട് അത് മുളക് പൊടി ഉപ്പും മാത്രം ചേർത്ത് വേണം കഴിക്കാൻ. പുളി അതുപോലുള്ള സാധനങ്ങളൊന്നും യൂസ് ചെയ്യൽ. പകരം ഉപ്പും മുളക് പൊടിയും മാത്രം മിക്സ് ചെയ്തിട്ട് ആ ചോറ് കഴിക്കാൻ നോക്കുക. അത് വീട്ടിൽ പറ്റിച്ച് കഴിക്കുക. അതെല്ലാം അമ്പലത്തിൽ നിന്ന് കിട്ടുമെങ്കിൽ അവിടെ നിന്ന് മേടിച്ചിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നോ അമ്പലത്തിൽ ഇരുന്നോ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് സൗകര്യാർത്ഥം കഴിക്കാവുന്നതാണ്. അതുപോലെ വൈകിട്ട് നമുക്ക് കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്തെങ്കിലും പുഴുങ്ങി കഴിക്കാവുന്നതാണ്. അതുപോലെ ബ്രഹ്മചര്യ വ്രതം മസ്റ്റായിട്ട് എടുത്തിരിക്കണം. അത് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം വ്രതം അവസാനിക്കുന്നില്ല. അന്ന് നമ്മൾ ഷഷ്ടി വ്രതം എടുത്തിട്ട് പിറ്റേന്ന് എത്ര ടൈം വരെ ഷഷ്ടി ഉണ്ടെന്നുള്ളത് നോക്കണം. മിക്കവാറും രാവിലെ തന്നെ നമ്മൾ പ്രഭാതത്തിൽ തന്നെ ഉണർന്ന് ഷഷ്ടിയുടെ ടൈം ചിലപ്പോൾ 6:30 7 മണിയൊക്കെ ആയിരിക്കും. അപ്പം തന്നെ പാരണ വിടുക. അതായത് അമ്പലത്തിൽ പോകാമെന്നുള്ളവർ അവിടെ പോയി തുളസി തീർത്ഥം കുടിച്ച് ഈ പാരണ വിടാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ വിളക്കിൻ്റെ അടുത്ത് വെച്ചിരിക്കുന്ന തുളസി തീർത്ഥം ഉണ്ടല്ലോ, അതെടുത്ത് ഭഗവാന് വെച്ചിരിക്കുന്ന ആ തീർത്ഥം എടുത്ത് നമുക്ക് പാരണ വിടാവുന്നതാണ്. അത് നമ്മുടെ ഇഷ്ടം. അമ്പലത്തിൽ പോകാമെങ്കിൽ അങ്ങനെ എന്തായാലും. അപ്പോൾ എപ്പോഴും പ്രാർത്ഥന ഉണ്ടായിരിക്കണം. 108 വട്ടം ഓം വജത് ഫുവേ നമ എന്നുള്ള മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കണം. പിന്നെ ഭഗവാന് എന്തെല്ലാം കീർത്തനങ്ങൾ നിങ്ങൾക്കറിയാമോ അതൊക്കെ ജപിക്കുക. അതുപോലെ ഭഗവാന്റെ അഷ്ടോത്തരം ജപിക്കാൻ നോക്കണം. അങ്ങനെ ഏതൊക്കെ രീതിയിൽ ഭഗവാനെ പ്രാർത്ഥിക്കാമോ ആ രീതിയിലൊക്കെ ഭഗവാനെ പ്രാർത്ഥിക്കുക.
ഉറപ്പായിട്ടും നമുക്ക് ഒരു 6 ഷഷ്ടിയൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ ബലം ഭഗവാൻ നമുക്ക് തന്നിരിക്കും. അപ്പോൾ നമ്മുടെ കുഞ്ഞ് നമുക്ക് വയറ്റിൽ പിറന്നിരിക്കും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നതിൻ്റെ ഇത്. അതുകൊണ്ട് സർവേശ്വരൻ എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ. അപ്പം സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെ ആണ് ഈ കാര്യം പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആത്മാർത്ഥമായിട്ട് പറയുന്നത്. അപ്പം അങ്ങനെ ആൺകുഞ്ഞുങ്ങളെന്നല്ല, നമുക്ക് ഐശ്വര്യവും ആരോഗ്യമുള്ള ഒരു കുഞ്ഞുണ്ടാകാൻ ഇത് ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ ചിലർക്ക് ആൺകുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ളവർ കാണും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് ചെയ്താൽ നല്ലതായിരിക്കും. ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും നല്ല ഐശ്വര്യവും ദീർഘായുസ്സും ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് ഉറപ്പായിട്ടും അവർക്ക് ലഭിച്ചിരിക്കും, അത് ഉറപ്പാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ വലുതാവുന്നു. അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടി അമ്മയ്ക്ക് എല്ലാ മാസവും ഷഷ്ടി വ്രതം എടുക്കുക. അതല്ലെങ്കിൽ വർഷത്തിലെ സ്കന്ദഷഷ്ടി എടുക്കാവുന്നതാണ്. അമ്മ എടുത്തു കഴിഞ്ഞാൽ അത് മക്കൾക്കൊരു പ്രൊട്ടക്ഷൻ തന്നെ ആയിരിക്കും. എപ്പോഴും അവർക്ക്